2026 ഏത് വിധേനയും അധികാരത്തിലെത്താനുള്ള ഒരു ശ്രമമാണ് UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ആരുമായിട്ടും കൂട്ടുകെട്ടിന് തയ്യാറാകുന്നുണ്ട്. നമുക്കറിയാം, എറണാകുളം ജില്ല കേന്ദ്രീകൃതമായിട്ടുള്ള കിഴക്കമ്പലത്ത് നിന്ന് രൂപീകൃതമായ 2020 എങ്ങനെയാണ് രൂപീകൃതമായതെന്നറിയാം. അതിന് കാരണക്കാരി UDF തന്നെയാണ്, ബെന്നി ബെഹനാൻ തന്നെയാണ്. ആ UDFുമായിട്ടാണ് ഇപ്പോൾ 2020 ഒരു കൂട്ടുകെട്ടിന് തയ്യാറാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ BJPയുമായിട്ടും ഉണ്ടാകും എന്ന് മുമ്പൊരു വർത്തമാനവും ഉണ്ടായിരുന്നു. ഇതിലിപ്പോൾ കൂടുതൽ സാധ്യത തെളിഞ്ഞു വരുന്നത് UDFുമായിട്ടാണ്. അത് 2020 എന്ന് പറഞ്ഞ പ്രസ്ഥാനം 2015 രൂപം കൊള്ളാൻ പ്രധാന കാരണം അവരുടെ കിറ്റക്സ് എന്ന് പറഞ്ഞ കമ്പനിയെ പല വിധത്തിൽ ആദ്യം UDFും പിന്നീട് LDFും പ്രത്യേകിച്ച് ശ്രീനിജനും ഒക്കെ പല വിധത്തിൽ ദ്രോഹിച്ചു എന്നുള്ളതാണ് അവരുടെ ഒരു ഇരവാദം. ഇരവാദമല്ല, അതിനകത്ത് കുറേ സത്യമുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അതായത് 2016 ശേഷം നിരന്തരമായിട്ട് അവരുടെ കമ്പനിയിൽ റെയ്ഡും മറ്റു പല കാര്യങ്ങളുമൊക്കെ വന്ന് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമുക്കൊക്കെ അറിയാം. മിനിറ്റിന് റെയ്ഡുകൾ, അവിടെ പൊല്യൂഷൻ അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചെക്കിങ്ങുകളൊക്കെ ആയിട്ട് അവരെ പല വിധത്തിൽ ബുദ്ധിമുട്ടിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു അടിസ്ഥാന കാരണം 2020 എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ തലതൊട്ടപ്പനായ സാബു ജേക്കബ് എന്ന് പറയുന്ന വ്യവസായി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെന്ന് മാത്രമല്ല, അദ്ദേഹം കിഴക്കമ്പലം എന്ന പഞ്ചായത്തിൽ ആദ്യമായി 2015 ആ പഞ്ചായത്ത് പിടിച്ചടക്കിക്കൊണ്ട് വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ചു. ഏതാണ്ട് അവിടെ ഒരു ജനാധിപത്യ രീതിയിൽ അതുപോലെ ജനങ്ങൾക്ക് വളരെ ഹിതമായ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ അവർ ചെയ്യുകയുണ്ടായി. അവരുടെ പച്ചക്കറി മാർക്കറ്റും അവരുടെ നിത്യവില കുറച്ച് നൽകുന്ന മാർക്കറ്റുമൊക്കെ അവർ വളരെ സൗജന്യമായിട്ട് കൊടുക്കും പോലെ പല സാധനങ്ങളും അംഗങ്ങൾക്ക് കൊടുക്കാനും റോഡുകൾ നല്ലതായി ചെയ്യാനും എല്ലാ വീടിനും വൈദ്യുതി അതുപോലെ തന്നെ വഴിവിളക്കുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർ വളരെയധികം ശ്രദ്ധിക്കുക. കുടിവെള്ളം കിട്ടാത്തടത്ത് കുടിവെള്ളം, ഇങ്ങനെ പലവിധ പദ്ധതികളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് വരികയും ആ പഞ്ചായത്ത് ഏതാണ്ട് അവരുടെ കയ്യിലായി എന്നുള്ള രീതിയിൽ വരികയും ചെയ്തു. അടുത്തത് പിന്നീട് 2020 അവർ വിജയം ആവർത്തിച്ചു എന്ന് മാത്രമല്ല, ഐക്കരനാട് എന്ന് പറഞ്ഞ അടുത്ത പഞ്ചായത്തിലും കൂടെ അവർക്ക് പിന്നീട് അവരുടെ ശക്തി പ്രകടിപ്പിക്കാനും അവർക്ക് പിടിച്ചെടുക്കാനും കഴിഞ്ഞു. ഈ പഞ്ചായത്തുകളിലൊക്കെ ഇത്തരം ക്ഷേമ പ്രവർത്തനങ്ങളും മറ്റ് വികസന പ്രവർത്തനങ്ങളും നടത്തിയെന്ന് മാത്രമല്ല, അവർ സർപ്ലസായി 25 കോടി, ഐക്കര പഞ്ചായത്തിലാണെങ്കിൽ 12 കോടിയൊക്കെ ബാക്കി വെച്ചുകൊണ്ട് നിക്ഷേപം ഉണ്ടാക്കിക്കൊണ്ട് നീങ്ങുന്നു എന്നുള്ളതാണ്. ഇത് രാഷ്ട്രീയ വൃത്തങ്ങളെ വല്ലാതെ ചൊടിപ്പിക്കുകയും നാണിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം സംസ്ഥാന ഗവൺമെൻറ് ഭീമമായ കടക്കണിയിലാണ്, 4500 കോടി കടക്കണിയിൽ നിൽക്കുന്നു. ഓരോ പഞ്ചായത്തുകളും കോർപ്പറേഷനും കടക്കണിയിൽ നിൽക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു പഞ്ചായത്ത് ഇത്രയും വികസന പ്രവർത്തനങ്ങൾ, ഇത്രയും ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ലാഭത്തിൽ പോകുന്നു. ഇതിൻ്റെ മാജിക് എന്താണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് അവരെ കഴിഞ്ഞ തവണ പാർലമെൻറ്റിലേക്ക് സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിച്ചത്. പക്ഷെ പാർലമെൻറ്റും അതിനു മുമ്പ് അസംബ്ലിയിലും അവർ നിർത്തി. രണ്ടിടത്തും അവർക്ക് ക്ലച്ച് പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പക്ഷേ അവർ പിടിച്ച വോട്ട് അത് UDFന് ദോഷമുണ്ടാക്കി. അതെ അത് ഇനിയും അത് ദോഷമുണ്ടാക്കുന്നു. കാരണം പലപ്പോഴും ഈ കേഡർ വോട്ടുകൾ അവിടെ നിൽക്കും. BJPയുടേതായാലും CPMൻ്റേതായാലും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ കേഡർ വോട്ടുകളാണ്. ആ കേഡർ വോട്ടുകളിൽ വലിയ മാറ്റം വരാതെ അവിടെ നിൽക്കും. പക്ഷേ UDFൻ്റേതെന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് വോട്ടാണ്. ആ ഫ്ലോട്ടിംഗ് വോട്ടിൽ എങ്ങോട്ട് വേണോ സ്വിങ് ചെയ്യാം. ആ സ്വിങ് 10% ആയാലും 5% ആയാലും ചില സ്ഥലങ്ങളിൽ 2% ആയാൽ പോലും ഉണ്ടാകുന്ന നഷ്ടം ഒരു പക്ഷേ 5-10 സീറ്റുകളൊക്കെ ആയിരിക്കും ഒരു ഡിസ്ട്രിക്റ്റിൽ വരുമ്പോൾ. അപ്പോൾ 2020 എന്ന് പറയുന്നത് പെരുമ്പാവൂർ, ആലുവ തുടങ്ങി കുന്നത്തുനാട്, ഇങ്ങനെ ആ മണ്ഡലം കുന്നത്തുനാട്, ഏതാണ്ട് അങ്കമാലി അടുപ്പിച്ച് വരുന്ന പ്രദേശങ്ങൾ വരെ, അതുപോലെ ഇപ്പോൾ സിറ്റിയിലോട്ടും അവർക്ക് ചില നോട്ടമുണ്ട്. കഴിഞ്ഞ തവണ അവരവിടെ സ്ഥാനാർത്ഥി നിർത്തിയിരുന്നു പാർലമെൻറ്റിൽ. എറണാകുളം പാർലമെൻറ്റിൽ സ്ഥാനാർത്ഥി നിർത്തും. അത് വലിയ വോട്ടൊന്നും പിടിച്ചില്ലെങ്കിൽ പോലും അത് ഒരു കക്ഷിയെ വിജയിപ്പിക്കാനുള്ള വോട്ടാണ്. അതായത് കോർ വോട്ട്, ഒരു പാർട്ടിക്ക് കോർ വോട്ട് ഉണ്ടെങ്കിൽ ഈ 2020 വോട്ട് കൂടെ കിട്ടുമ്പോൾ അവർക്ക് വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മിച്ച വോട്ടാണത്. ഇപ്പോൾ 2020 പലയിടത്തും പരാജയപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്? കുന്നത്തുനാട് പരാജയപ്പെട്ടതായാലും അല്ലെങ്കിൽ എറണാകുളത്ത് പരാജയപ്പെട്ടതായാലും മറ്റ് മണ്ഡലങ്ങളിലൊക്കെ അവർക്ക്
പരാജയം വരുന്നതിൻ്റെ പ്രധാന കാരണം അവർക്ക് കോർ വോട്ടില്ല, അവർക്ക് ഫ്ലോട്ടിംഗ് വോട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫ്ലോട്ടിംഗ് വോട്ട് മാത്രം കൊണ്ട് ഒരു പാർട്ടിക്ക് ജയിക്കാൻ കഴിയില്ല. കുന്നത്തുനാട്ടിൽ അവർ 40,000 വോട്ട് പിടിച്ചു. അതുകൊണ്ട് ജയിക്കുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അവിടെ യു ഡി എഫ് അവരും ചെന്നാൽ വോട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പം അവിടെ CPM വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ എറണാകുളം പൊതുവെ UDF അനുകൂലമായ മണ്ഡലമാണ് നിലവിൽ തന്നെ. അല്ല, എറണാകുളം മൊത്തത്തിൽ, എറണാകുളം മണ്ഡലം മാത്രമല്ല, എറണാകുളം ജില്ല UDF 14 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതിൽ ഇപ്പോൾ തന്നെ 9 UDF 5 ഇടങ്ങളിൽ മാത്രമാണ് LDF. അതെ. ഇത് ഇനിയിപ്പോ ഇവരൊരു സഖ്യത്തിലേക്ക് പോയാൽ അവർക്ക് ആ 3 കൂടെ വേണമെങ്കിലും പിടിക്കാൻ പറ്റും. 2 മണ്ഡലം വിട്ടുകൊടുക്കുമെന്ന് അറിയുന്നത് 2020 അത് 2 മണ്ഡലം വിട്ടുകൊടുക്കുമെങ്കിൽ 2020 ബാക്കിയുള്ളിടത്ത് കോൺഗ്രസിനെ വിജയിപ്പിക്കാനായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും കൂടി ചെയ്യും. അത് കുന്നത്തുനാടും പെരുമ്പാവൂരുമാണ് അവർക്ക് വിട്ടുകൊടുക്കാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെരുമ്പാവൂർ വിട്ടുകൊടുക്കുമോ? എനിക്കത് അറിഞ്ഞുകൂടാ. പെരുമ്പാവൂർ വിട്ടുകൊടുക്കുമെങ്കിൽ അതൊരു വലിയ പെരുമ്പാവൂര് കാരണം 2020 അല്പം ഹോൾഡ് ഉണ്ട്. അതെ. അത് വിട്ടുകൊടുക്കാൻ തയ്യാറാകുകയാണ്. കാരണം അല്ല, അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുകയാണ് UDF. കാരണം എങ്ങനെയും അധികാരത്തിൽ എത്തുക എന്നുള്ളത് നിൽക്കുന്നുണ്ട്. അതെ. കാരണം ഇവിടെ ഇപ്പോ വാഗ്ദാന പെരുമഴ മാത്രമല്ല, പിന്നെ എന്താ സാമ്പത്തിക പെരുമഴയാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുതിയ ശമ്പള കമ്മീഷൻ മാത്രമല്ലല്ലോ ഇപ്പൊ കൊടുത്തിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ. അതെ. കഴിഞ്ഞ തവണ ഒരു സഞ്ചി നിറച്ച് പലവ്യഞ്ജനമായിരുന്നെങ്കിൽ ഇത്തവണ ഒരു സഞ്ചിയിൽ നിറച്ച് പണമാണ് ഖജനാവിൽ നിന്നെടുത്ത് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പോ പിന്നെ ഏതാണ്ട് 1,05,00,000 പേരെ ഡയറക്റ്റായിട്ട് കാശ് കൊടുത്ത് സ്വാധീനിക്കുന്ന വിധത്തിലേക്കാണ് ഇപ്പോഴത്തെ ഈ സ്കീം പോയിരിക്കുന്നത്. അത് UDF എങ്ങനെ അതിനെ അതിജീവിക്കും എന്നുള്ളതാണ്. അതെ, കാരണം ഇവിടെ 2,78,00,000 വോട്ടർമാർ ഉള്ളതിൽ ഒരു 2 കോടിയെ പോൾ ചെയ്യുള്ളൂ. ബാക്കി ഒരു 30% അങ്ങനെ പോകും. ഒരു 2,05,00,000 പോൾ ചെയ്യുള്ളൂ. അപ്പോൾ അതിൽ 1,05,00,000 നേരിട്ട് കാശ് കൊടുക്കുന്ന സ്കീം വരെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. 62 ലക്ഷം പെൻഷൻ വഴി, വർദ്ധിപ്പിച്ച പെൻഷൻ വഴി 2,000 വെച്ച് ക്ഷേമ പെൻഷൻ വഴി അവർക്ക് കിട്ടുകയാണ്. സ്ത്രീകൾക്ക് 32 ലക്ഷം സ്ത്രീകൾക്ക് ഗുണം കിട്ടുന്ന വിധത്തിൽ ഒരു സ്കീമാണ് ഇപ്പോൾ 1000 രൂപയുടെ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ യുവാക്കൾക്ക് പിന്നെ അതുപോലെ തന്നെ 2 ലക്ഷം പേർക്ക് മറ്റോ വരുന്ന യുവാക്കളുടെ ഒരു സ്കീമാണ്. 5 ലക്ഷം യുവാക്കൾക്ക് ഡയറക്റ്റായിട്ട് ഗുണം കിട്ടുന്ന സ്കീം. ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പോൾ, അതുപോലെ പെൻഷൻകാർ, സർക്കാർ ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പോൾ 1,05,00,000 പേരുടെ പോക്കറ്റിൽ ഖജനാവിൽ നിന്ന് പണം എത്തുകയാണ്. ഇപ്പോൾ UDF അനുകൂലമായ ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ 2020 ഈ പറയുന്ന 2 മണ്ഡലങ്ങളും വിജയിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്കൊരു മന്ത്രിസ്ഥാനം പോലും ലഭിക്കുമെന്നുള്ളതാണ്. അതെ. ഘടകകക്ഷിയായി മാറാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതെ. പക്ഷേ ഇത് അവർ ചിലപ്പം അവിടെ നിന്ന് ജയിച്ചെന്നിരിക്കും. പക്ഷേ മന്ത്രിസഭ ഉണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും നിൽക്കുകയാണ്. കാരണം അതിനുള്ള സാഹചര്യം ഇപ്പോഴും ഒരുങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അതിന് ഈ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന 17 മുഖ്യമന്ത്രി സമിതി കോർ കമ്മിറ്റി വേണം ഇതെല്ലാം തീരുമാനിക്കും. 17 വരില്ല. AK ആന്റണിയെ പോലെയും കുറച്ച് പേരെയൊക്കെ അതിനകത്ത് മാറ്റി നിർത്താമെന്ന് വെച്ചാൽ ബാക്കി പലരും എന്താ ഞാൻ മുഖ്യമന്ത്രി ആയാൽ കുഴപ്പം എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു ജംബോ മുഖ്യമന്ത്രി സഭ തന്നെ വരേണ്ടി വരും എന്നാണ് തോന്നുന്നത്. അപ്പം ആ രീതിയിൽ നിൽക്കുമ്പോൾ അവർക്ക് എന്തായാലും ലീഗ് അവരുടെ കോട്ട പിടിച്ചടക്കും. ഇത്തവണ അതിന് സംശയമില്ല. മലപ്പുറമോ എറണാകുളമോ ഇവർക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഒരു അതിന് എങ്കിൽ പിന്നെ ഒരു 16 ഏതാണ്ട് ഒരു 16 സീറ്റാണ്. അതിലൊരു 14 സീറ്റും ഉറപ്പാണ്. തെറ്റിദ്ധരിച്ച് 1-2 എണ്ണം വെളിയിൽ LDF പോയാലേ ഉള്ളത്. പണ്ടത്തെ പോലെ ഇപ്പോഴും LDF അത് പിടിക്കാൻ കഴിയുമെന്നും അറിയില്ല. കാരണം പണ്ട് മുസ്ലിങ്ങൾ അൻവറിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ പല പിന്നെ SDPI അതുപോലെ തന്നെ ജമാഅത്തെയൊക്കെ ഒരു വിധത്തിൽ സമസ്തയൊക്കെ ഇവരുടെ കൂടെ നിന്നിരുന്ന ആ ഒരു ആഭിമുഖ്യം ഇപ്പോൾ അങ്ങനെയില്ല. സമസ്ത ഇപ്പോഴും തുറന്നു പറഞ്ഞിട്ടില്ല, LDF കൂടെ നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. പക്ഷേ ബാക്കി ആരും ആ വിധത്തിലൊരു മുന്നോട്ട് വരുന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ പോലെ സീറ്റ് ചിലപ്പോൾ 16 ജയിച്ചുകൂടായില്ല. അതുപോലെ തന്നെ കോഴിക്കോടത്തെ പല മണ്ഡലങ്ങളും, വയനാട്, കണ്ണൂരെ ചില മണ്ഡലങ്ങൾ, അഴീക്കോട് ഉൾപ്പെടെയുള്ള പല മണ്ഡലങ്ങളും അവർക്ക് കൈക്കലാക്കാവുന്ന മണ്ഡലങ്ങളാണ്. അപ്പം അതുകൊണ്ട് അവരവിടെ ഒരു 30 സീറ്റ്, അവർക്കൊരു 35 സീറ്റ് കൊടുത്താൽ 30 സീറ്റ് പിടിക്കാനുള്ള കരുക്കൾ അവരവിടെ നീക്കും. അപ്പം അത് അവരെ സംബന്ധിച്ചോളം പ്രശ്നമില്ല. പക്ഷേ ആ 30 കഴിഞ്ഞാൽ ബാക്കി
ഒരു 50 സീറ്റ് അത് UDFിൻ്റെ ബാധ്യതയാണ്, കോൺഗ്രസിൻ്റെ ബാധ്യതയാണ് പിടിച്ചുകൊണ്ട് വരേണ്ടത്. കേരള കോൺഗ്രസ് 5-6 ഒക്കെ പിടിക്കുന്നതായിരിക്കാം. എന്നാലും പിന്നെയും 10-45 സീറ്റിൻ്റെ കാര്യം വേണം. 80 എന്ന് പറഞ്ഞാൽ ഇനി അതിൽ നിന്ന് 10 കുറച്ചാൽ പോലും 70-ൽ പറ്റ നിന്നാൽ പോലും 70 പോരല്ലോ, 72 വേണ്ടേ ഭരണം. 72-ലൊക്കെ ഭരണം നിർത്താൻ തന്നെ പാടാണ്. അത് ഉമ്മൻചാണ്ടി ആയതുകൊണ്ടാണെന്ന് 72-ലും 73-ലും ഒക്കെ സീറ്റുകളിൽ ഭരണം നിർത്തിയത്. ഈ 2-3 സീറ്റിൽ ഭരണം നിർത്തുക, പ്രത്യേകിച്ച് UDFിനെ പോലുള്ള ഒരു മുന്നണിയിലെ ആൾക്കാരെ എല്ലാം തൃപ്തരായിക്കൊണ്ട് ഭരണം നിർത്തുക വളരെ വിഷമകരമായിരുന്നു. അപ്പോൾ ഒരു കംഫർട്ടബിൾ 80 സീറ്റ് മെജോറിറ്റി വന്ന് കോൺഗ്രസിന് ഭരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മന്ത്രിസഭയ്ക്ക് തന്നെ ചിലപ്പം ഭീഷണി നേരിടും. അപ്പം അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചോളം നിസ്സാരമായ കളിയല്ല. ഞാൻ പറഞ്ഞില്ലേ 30 സീറ്റ് എൻ ബ്ലോക്കായിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൊണ്ടുവരുമെന്ന് ഉറപ്പിക്കാൻ നമുക്ക്. ബാക്കി 50 സീറ്റ് കോൺഗ്രസ് സഖ്യകക്ഷികളും കൂടെ കൊണ്ടിട്ടുണ്ട്. അതിലൊരു 10 സീറ്റിനപ്പുറം സഖ്യകക്ഷികൾക്ക് പ്രതീക്ഷ വേണ്ട. ഇപ്പം 40 സീറ്റ് കോൺഗ്രസ് തൂത്തുപറക്കി എല്ലായിടത്തുമായിട്ട് പിടിക്കണം. അതിനുള്ള സംവിധാനം അവർക്കുണ്ടെങ്കിൽ അവർക്ക് ഭരണം പിടിക്കാൻ കഴിയും. ഇതിൽ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇനി എന്ന് ചോദിക്കുന്നതായിരിക്കും ഭേദം. കാരണം ഇത്രയധികം ഭരണവിരുദ്ധ വികാരം. പിന്നെ ഈ എന്ത് ഭാരതപ്പുഴയും പിന്നെ പെരിയാറിലും പമ്പയിലും കൂടെ ഈ നാണയം ഒഴുക്കിയാൽ പോലും ജനങ്ങൾക്ക് തൃപ്തി വരാത്ത വിധത്തിലാണ് ഭരണവിരുദ്ധ വികാരം കിടക്കുന്നത്. അപ്പോൾ ആ ഭരണവിരുദ്ധ വികാരത്തെ അതിജീവിച്ച് മുതലെടുത്തുകൊണ്ട് അവർക്ക് മുന്നോട്ട് വരാൻ കഴിയേണ്ടതാണ്. അതിൽ 2020 നീക്കം വളരെ ഗുണകരമാണ്. അവർക്ക് ഏതാണ്ട് എറണാകുളം ജില്ലയിൽ ഏതാണ്ട് ആ രീതിയിലൊരു തൂത്തുവാരലിനുള്ള അവസരമുണ്ട്. എറണാകുളം ജില്ല മാത്രമല്ല, കോട്ടയം, പത്തനംതിട്ട, ഇവിടെയൊക്കെ 2020 ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ക്രെഡിബിൾ കോമ്പിനേഷൻ ആണല്ലോ എന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ ബെൽറ്റുകളിൽ വോട്ട് കൊടുക്കും. കാരണം 2020യെ വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട്. മുമ്പ് 2020 ആം ആദ്മി കൂട്ടുകെട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആം ആദ്മിയേക്കാൾ 2020യെ ആൾക്കാർ വളരെയധികം ബഹുമാനിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എറണാകുളം, കോട്ടയം, പത്തനംതിട്ട എന്നീ പ്രദേശങ്ങൾ. ഈ 3 ജില്ലകളിൽ UDFിന്, കോൺഗ്രസ്സിന്, കേരള കോൺഗ്രസ്സിനൊക്കെ ഒരു സാധ്യത നൽകുന്നതാണ് 2020ക്ക് എന്തെങ്കിലും കൊടുക്കുന്നത്. പക്ഷെ അവരെ BJPയിലേക്കും അവരതുപോലെ കണ്ണുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. BJP അവർക്ക് നല്ലൊരു ഓഫർ കൊടുത്തിട്ടുണ്ട് എന്നും ഞാൻ അറിഞ്ഞു. അപ്പം അത് ഈ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പുതിയ നയമുണ്ടല്ലോ, ഇവിടുത്തെ ഒരു ഹിന്ദു ക്രിസ്ത്യൻ കോമ്പിനേഷൻ, ആ കോമ്പിനേഷൻ വർക്കാക്കുന്നതിന് 2020യെ ഉപകരിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. അപ്പോൾ ആ രീതിയിലും അവരും ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും നല്ല ഓഫർ കൊടുക്കുന്നിടത്തായിരിക്കും 2020 ചാടുക. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് ദേശീയപരമായ ഒരു നോട്ടമുണ്ട്. അവരുടെ എല്ലാ ഇതിലും അത്തരത്തിലൊരു കണ്ണുണ്ട്. അതുകൊണ്ട് BJPക്ക് ചാൻസ് ഉണ്ട്. പിന്നെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, അവരുടെ അണികളിൽ മുഴുവൻ പേർക്കും ഈ BJP എന്ന് പറയുന്നത് ദഹിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം. ആ ഒരു സംശയം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അവരുടെ ഒരാൾ ഇടയ്ക്ക് രാജിവെച്ച് തന്നെ BJP ചേരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ എറണാകുളം ജില്ലാ കോർഡിനേറ്റർ ആയിരുന്ന ഒരു പ്രമുഖനായ ആളാണ് രാജിവെച്ചത്. അദ്ദേഹം രാജിവെക്കാൻ പറഞ്ഞ കാരണം ഇതാണ്, 2020 BJPയിൽ ചേരാൻ പോകുന്നു, അല്ലെങ്കിൽ BJPയുമായിട്ട് ചേർന്ന് മത്സരിക്കാൻ പോകുന്നു എന്നൊക്കെയാണ്. അപ്പോൾ അത് മുകൾ തട്ടിൽ മാത്രമല്ല താഴെത്തട്ടിലും അവരുടെ ആൾക്കാരിലൊരു വിഷമം ഉണ്ട്. എന്നാൽ വേറൊരു വലിയ വിഭാഗം നമ്മൾ ഒരു കാരണവശാലും BJPയായിട്ട് മത്സരിക്കുന്നതിനുള്ള അവസരം കളയരുത് എന്ന് പറയുന്നവരുമുണ്ട്. അവരുടെ പല വാട്സാപ്പ് ഗ്രൂപ്പിലും അത്തരം മെസ്സേജുകൾ നമുക്ക് കാണാൻ കഴിയുമെന്ന് എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. കാരണം BJPയുമായിട്ട് കൂട്ടുകൂടുന്നത് നമുക്ക് ഭാവിയിൽ നല്ലതായിരിക്കും, കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഒരു ബന്ധം നിലനിർത്തുന്നത് നല്ലതായിരിക്കും എന്നും പറയുന്നുണ്ട്. അപ്പോൾ UDFിലേക്കോ BJPയിലേക്കോ എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.